എൻ്റെ മകൻ മരിച്ചു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുറച്ച് പേരൊക്കെ പറഞ്ഞു, തളിയക്കുളത്തിൽ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ മോൻ മരിച്ചു പോവില്ലായിരുന്നു. നിങ്ങളെ സോപ്പിടാൻ വേണ്ടിയിട്ടാണ് കർദിനാളും ഇത്രയും അച്ഛന്മാരും ഒക്കെ വന്നിട്ട് ഇങ്ങനെ ഒരു ശവടക്ക് നടത്തിയത് എന്ന് എൻ്റെ ഈ അകത്ത് വന്ന് പറഞ്ഞിട്ടുള്ള ഒരാളോ രണ്ടാളോ അല്ല കേട്ടോ, ഒരുപാട് പേരുണ്ട്. അന്ന് ഞാൻ യാത്ര ചെയ്ത ഓട്ടോ ഡ്രൈവർ എൻ്റെ അടുത്ത് പറഞ്ഞു, ടീച്ചറെ, ഈ സ്വർഗവും നരകമൊന്നും ഇല്ല, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം നശിച്ചു പോണു. അപ്പം ഞാൻ അത്രയും ദിവസം എന്നെ കാണാൻ വന്ന വൈദികര് സിസ്റ്റേഴ്സൊക്കെ എന്നോട് പറഞ്ഞു തന്നത്, നിൻ്റെ മോനൊരു കുഞ്ഞു വിശുദ്ധനാണ്, അവനൊരു കുഞ്ഞു മാലാകയാണ്, അവൻ ദൈവത്തിൻ്റെ അടുത്തെത്തി. ആ ഒരു സമാധാനത്തിലാണ് ഞാൻ അത്രയും ദിവസം എൻ്റെ പ്രാണനിങ്ങനെ പിടിച്ചു നിർത്തിയത്, എൻ്റെ സങ്കടം ഇങ്ങനെ പിടിച്ചു നിർത്തിയത്. ഞാൻ 5:30 അവൻ്റെ കല്ലറയിൽ ചെന്നിരുന്നേ, എന്നും അവൻ്റെ കൂടെ ഒരു കൊന്ത ചൊല്ലാറുണ്ട്. അന്ന് ഞാൻ പോയി അവൻ്റെ കല്ലറയിൽ തല തല്ലി ഞാൻ കരഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നീ സ്വർഗത്തിലാണെന്ന് എല്ലാവരും പറയുന്നത് കേട്ടിട്ട് ഞാൻ ആശ്വസിച്ചു. എല്ലാം വെറുതെയാണെന്ന് പലരും പറയുന്നു, ഇതൊക്കെ സത്യമാണോ? എങ്ങനെയോ ഒരു കൊന്ത ചൊല്ലിയിട്ട് ഞാൻ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ മൊബൈലിൽ ഒരു മിസ്ഡ് കോൾ ഉണ്ട്. ഞാൻ തിരിച്ചു വിളിച്ചു. ക്യൂരിയ ബിഷപ്പ് സെബാസ്റ്റ്യൻ വാണിയപുരയ്ക്കൽ പിതാവായിരുന്നു. നിൻ്റെ മകൻ എന്നോട് പറഞ്ഞു നിന്നെ ഒന്ന് വിളിക്കാൻ. നീ കരയാണെന്ന് എന്നോട് പറയണു. നിൻ്റെ മകൻ മാലാകയാണ്, അവനൊരു കുഞ്ഞു വിശുദ്ധനാണ്, ദൈവത്തിൻ്റെ മടിയിലാണ് നിൻ്റെ മകൻ ഇരിക്കുന്നത്, കർത്താവിനോട് ചേർന്നിരിക്കുന്ന മകൻ്റെ അമ്മയാണ് നീ. നീ കരയരുത്, നീ പ്രാർത്ഥിക്കണം, അവനെ ഓർത്ത് നീ അഭിമാനിക്കണം. നീ സന്തോഷമായിരിക്കാനും ആയിരങ്ങൾക്ക് സാക്ഷ്യം നൽകാനും വേണ്ടിയാണ് ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നീ കരയരുത്.